പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സുജ ഒടുവിൽ സത്യങ്ങൾ മനസ്സിലാക്കുകയാണ്. ബലരാമൻ തൻ്റെ മൂത്ത മകനാണ് എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് സുജ ആകെ ഞെട്ടിപ്പോകുന്നു. ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് സുജ പ്രതീക്ഷിച്ചിരുന്നില്ല. ഇതോടെ സുജ ബലരാമനെ കാണുന്നതിനായി എത്തിയിരിക്കുകയാണ്. ബലരാമനെ ചെന്ന് കെട്ടിപ്പിടിക്കുന്ന സുജ, നിന്നെ ഞാൻ ഇതുവരെ തിരിച്ചറിഞ്ഞില്ല എന്ന് പറയുകയും ചെയ്യുന്നു. നിന്നെ കണ്ടപ്പോൾ തന്നെ എനിക്കൊരു പ്രത്യേക സ്നേഹം തോന്നിയിരുന്നു. പക്ഷേ ഞാൻ ഒരിക്കലും നീ എൻ്റെ മകനാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരുന്നില്ല. അത് എൻ്റെ തെറ്റ് തന്നെയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തുകൊണ്ടോ എനിക്ക് നിന്നെ തിരിച്ചറിയാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് ബലരാമനെ. അപ്രതീക്ഷിതമായ ഈ സംഭവം ബലരാമനെ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് എന്താണ് പറയേണ്ടത് എന്നറിയാതെ ബലരാമൻ പകച്ചുപോയിരിക്കുകയാണ്. ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് ബലരാമൻ പ്രതീക്ഷിച്ചിരുന്നതല്ല. അതുകൊണ്ട് തന്നെ ഇനി എന്തു ചെയ്യും എന്നറിയാതെ ബലരാമൻ നിന്നുപോകുന്നു. മാത്രവുമല്ല, ഇതേ തുടർന്ന് ബലരാമൻ അമ്മേ എന്ന് വിളിച്ചിരിക്കുകയാണ് സുജയെ. ഇതോടെ സുജ വളരെയധികം സന്തോഷിക്കുന്നു. നിന്നെ നഷ്ടപ്പെട്ടു എന്ന് കരുതിയാണ് 30 വർഷങ്ങളായി ഞങ്ങൾ ഇവിടെ ജീവിച്ചു പോന്നത്. പക്ഷേ ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. അന്ന് ഹോസ്പിറ്റലിൽ നേഴ്സ് വന്ന് പറഞ്ഞത് നീ മരിച്ചുപോയി എന്നാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ കാര്യം വിശ്വസിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു. നിന്നെക്കുറിച്ച് അന്വേഷിക്കാൻ പോലും ഞങ്ങൾ തയ്യാറായില്ല എന്നും ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് സുജ പറഞ്ഞിരിക്കുകയാണ്. ഇത് കേട്ടതിനെ തുടർന്ന്, അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല അമ്മേ, എനിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാകുന്നുണ്ട്. അമ്മയുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ അമ്മ യാതൊരു വിധത്തിലും പേടിക്കേണ്ട ആവശ്യവും ഇല്ല എന്ന് അറിയിച്ചിരിക്കുകയാണ്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാനും വിചാരിച്ചിരുന്നതല്ല. എൻ്റെ ഭാഗത്തും ഒരുപാട് തെറ്റുകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്നോടും അമ്മ ക്ഷമിക്കാൻ തയ്യാറാകണം. ഇത് കേൾക്കുന്ന സുജ, നീ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് തന്നെ വിശ്വസിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ഒരിക്കലും ഞാൻ നിന്നെ ഉപേക്ഷിക്കാൻ തയ്യാറാവുകയില്ല എന്ന് പറയുകയും ചെയ്ത് സാഗറിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരികയാണ് ബലരാമനെ. ഇതേസമയം ബലരാമനോട് ക്ഷമിക്കാൻ തനിക്ക് സാധിക്കുകയില്ല എന്ന് വ്യക്തമാക്കുകയാണ് സാഗർ. നമ്മുടെ മകളെ കൊല്ലുന്നതിനായി ഇവൻ ശ്രമിച്ചത് നീ മറന്നുപോയോ എന്ന് ബലരാമൻ മുൻപാകെ ചോദിക്കുകയാണ് സാഗർ. ഇത് കേട്ടതിനെ തുടർന്ന്, 30 വർഷം മുമ്പ് ഇവനെ ഞാൻ നൊന്ത് പ്രസവിച്ചതാണ്. അവനെ അങ്ങനെ ഒഴിവാക്കാൻ എനിക്ക് സാധിക്കുമോ? മാത്രവുമല്ല, ഇത്രയും നാൾ നമ്മുടെ സ്നേഹം ലഭിക്കാതെയാണ് ഇവൻ വളർന്നത് എന്നുള്ള കാര്യവും മറക്കരുത്. അതിൻ്റെതായ വിഷമം അവനും ഉണ്ടാകും. അത് നമ്മളും മനസ്സിലാക്കേണ്ടതാണ്. എടുത്തു ചാടി ഒരു തീരുമാനമല്ല നമ്മൾ എടുക്കേണ്ടത്. ഇവനെ സഹായിക്കാനാണ് ശ്രമിക്കേണ്ടത്. നമ്മുടെ മകൾ കൃപ ഇവൻ്റെ സഹോദരിയാണ്. അതുകൊണ്ട് തന്നെ സത്യങ്ങൾ ഇവൻ അറിഞ്ഞിരുന്നുവെങ്കിൽ ഇങ്ങനെയൊരു തെറ്റ് ചെയ്യും എന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതോടെ സാഗർ എന്താണ് പറയേണ്ടത് എന്നറിയാതെ അവിടെ നിൽക്കുകയാണ്. അപ്പോഴാണ് ബലരാമൻ, അച്ഛാ, എനിക്ക് തെറ്റുപറ്റിപ്പോയി. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഈ മകനോട് ക്ഷമിക്കാൻ അച്ഛന് സാധിക്കില്ലേ എന്ന് ചോദിച്ചത് സാഗറിനെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ്. ഇതേ സമയമാണ് അവിടേക്ക് കൃഷ് കടന്നു വരുന്നത്. ഇതോടെ കൃഷ്
പ്രശ്നങ്ങളിൽ ഇടപെടുകയാണ്. കൃപയ്ക്ക് ഒരു സഹോദരൻ മാത്രമേയുള്ളൂ. അത് ഞാനാണ്, കൃഷ്. മറ്റൊരാൾ അവൻ്റെ സഹോദരൻ ആയി ഇവിടേക്ക് ഇപ്പോൾ വരേണ്ട ആവശ്യമില്ല എന്ന് വ്യക്തമാക്കുകയും അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുകയും ചെയ്തത് ബലരാമിന് തിരിച്ചടിയാകുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.